ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേട്ടഡ് കാറ്റഗറി 2 സോഷ്യൽ സയൻസിൻ്റെ സിലബസ് അധിഷ്ഠിത വീഡിയോകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് ലാറ്റിറ്റ്യൂഡ്, ലോഞ്ചിറ്റ്യൂഡ് ആൻഡ് ടൈം ഈ ടോപ്പിക്കിനെ കുറിച്ചിട്ട് പഠിക്കാം. ഈ ജോഗ്രഫി ഭാഗത്ത് നിന്ന് നമ്മൾ സൈസ്, ഷേപ്പ് ആൻഡ് ഇന്റീരിയർ സ്ട്രക്ചർ ഓഫ് ദ എർത്ത് ഈ ടോപ്പിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമുക്ക് ലാറ്റിറ്റ്യൂഡ്സിനെ കുറിച്ചിട്ടും ലോഞ്ചിറ്റ്യൂഡ്സിനെ കുറിച്ചിട്ടും ലാറ്റിറ്റ്യൂഡും അതുപോലെ ലോഞ്ചിറ്റ്യൂഡും നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്, ലോഞ്ചിറ്റ്യൂഡ് ഉപയോഗിച്ച് ടൈം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നൊക്കെ നോക്കാം. അതിനു മുമ്പായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് പരിചയപ്പെടാം. ഗ്രീനിച്ച് സമയവും ഇന്ത്യയുടെ മാനക സമയവും എത്ര മണിക്കൂർ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? 5 മണിക്കൂർ 30 മിനിറ്റ് എന്നതാണ് കറക്റ്റ് ആൻസർ. ഗ്രീനിച്ച് സമയവും ഇന്ത്യയുടെ മാനക സമയവും 5 മണിക്കൂർ 30 മിനിറ്റ് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഇതെങ്ങനെയാണ് വരുന്നത് എന്ന് നമുക്ക് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ലോകത്തെ എത്ര സമയമേഖലകളാക്കി തിരിച്ചിരിക്കുന്നു? കറക്റ്റ് ആൻസർ 24. 24 സമയമേഖലകളായിട്ടാണ് ലോകത്തെ തരംതിരിച്ചിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ സമയമേഖല കടന്നു പോകുന്ന രാജ്യം ഏതാണ്? റഷ്യയാണ്. ഏറ്റവും കൂടുതൽ സമയമേഖല കടന്നു പോകുന്ന രാജ്യം റഷ്യ. ഭൂമി എത്ര ഡിഗ്രി തിരിയുമ്പോഴാണ് 1 മണിക്കൂർ ആകുന്നത്? ഭൂമി എത്ര ഡിഗ്രി തിരിയുമ്പോഴാണ് 1 മണിക്കൂർ ആകുന്നത്? 15 ഡിഗ്രി. ഇതിന്റെ ഒരു വിശദീകരണം നമുക്ക് നോക്കാം. ഭൂമിയുടെ കോണളവ് 360 ഡിഗ്രി. ഓരോ ഡിഗ്രി കോണളവിലും ഒരു രേഖാംശം വീതം വരച്ചാൽ 360 രേഖാംശ രേഖകൾ ലഭിക്കും. 360 ഡിഗ്രി തിരിയാൻ ഭൂമിക്ക് വേണ്ടത് 24 മണിക്കൂറാണ്. അപ്പൊ നമുക്ക് 360 രേഖാംശങ്ങളാണുള്ളത്. അപ്പൊ 360 ഡിഗ്രി തിരിയാൻ 24 മണിക്കൂറാണ് ആവശ്യം. അപ്പൊ എങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? 24 മണിക്കൂറിനെ നമ്മൾ മിനിറ്റിലേക്ക് മാറ്റാം. അതായത് 24 ഇൻറ്റു 60, അങ്ങനെ 1440 മിനിറ്റ്. അതായത് 360 ഡിഗ്രി തിരിയാൻ വേണ്ട സമയം 1440 മിനിറ്റ് അല്ലെങ്കിൽ 24 മണിക്കൂർ. 1 ഡിഗ്രി രേഖാംശ പ്രദേശം തിരിയാൻ ഭൂമിക്ക് വേണ്ട സമയം 1440 ഡിവൈഡഡ് ബൈ 360, അങ്ങനെ 4 മിനിറ്റ്. അപ്പൊ 15 ഡിഗ്രി രേഖാംശ പ്രദേശം തിരിയുമ്പോൾ 1 മണിക്കൂർ സമയ വ്യത്യാസമാണ് ഉണ്ടാകുന്നത്. 15 ഡിഗ്രി രേഖാംശ പ്രദേശം തിരിയുമ്പോൾ 1 മണിക്കൂർ സമയ വ്യത്യാസം ഉണ്ടാകുന്നു. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അപ്പോൾ 1 ഡിഗ്രി തിരിയാൻ വേണ്ട സമയം 4 മിനിറ്റ്, 15 ഡിഗ്രി 1 മണിക്കൂർ, അതേപോലെ 360 ഡിഗ്രി തിരിയാൻ 24 മണിക്കൂർ. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയമായി അംഗീകരിച്ചിരിക്കുന്നത് 82.5 ഡിഗ്രി കിഴക്കൻ രേഖാംശം. ഈ രേഖാംശം കടന്നു പോകുന്നത് ഉത്തർപ്രദേശിലെ അലഹബാദിന് സമീപത്തു കൂടെയാണ്. എന്താണ് ഈ സ്റ്റാൻഡേർഡ് സമയം എന്ന് പറഞ്ഞാല്? ഓരോ രേഖാംശത്തിലെയും പ്രാദേശിക സമയത്തിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പൊ വിവിധ രേഖാംശങ്ങളിൽ ഉൾപ്പെട്ട പ്രദേശങ്ങൾ അതാതിടങ്ങളിലെ പ്രാദേശിക സമയം പരിഗണിച്ചാൽ അത് പല അവസരങ്ങളിലും ആശയക്കുഴപ്പം സൃഷ്ടിക്കും. ഈ പ്രതിസന്ധി മറികടക്കാൻ രാജ്യങ്ങളുടെ കേന്ദ്രഭാഗത്തുകൂടി കടന്നു പോകുന്ന രേഖാംശത്തിലെ പ്രാദേശിക സമയത്തെ രാജ്യത്ത് മുഴുവൻ പൊതുസമയമായി സാധാരണ കണക്കാക്കുന്നു. ലോകത്തിലെ ഓരോ രാജ്യവും ഇത്തരത്തിൽ ഏറെക്കുറെ മധ്യത്തിലൂടെ കടന്നു പോകുന്ന രേഖാംശ രേഖയെ മാനക രേഖാംശമായി പരിഗണിക്കുന്നു. മാനക രേഖാംശത്തിലെ പ്രാദേശിക സമയമാണ് ആ രാജ്യത്തിൻ്റെ മാനക സമയം. അല്ലെങ്കിൽ ഒരു രാജ്യത്ത് തന്നെ പല സമയങ്ങളാണ് ഉണ്ടാവുക. അപ്പോൾ ഒരേ സമയം ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മളെ രാജ്യത്തിൻ്റെ ഏകദേശം മധ്യത്തിൽ കൂടെ കടന്നു പോകുന്ന രേഖാംശത്തെ പരിഗണിച്ചുകൊണ്ട് അവിടുത്തെ സമയം എത്രയാണെന്ന് നോക്കിയിട്ടാണ് തീരുമാനിക്കുന്നത്. അങ്ങനെയുള്ള സമയത്തെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് സമയം അല്ലെങ്കിൽ മാനക സമയം എന്ന് പറയുന്നത്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയമായി അംഗീകരിച്ചിരിക്കുന്നത് 82.5 ഡിഗ്രി കിഴക്കൻ
രേഖാംശമാണ്. അക്ഷാംശ രേഖകൾ. ഇനി നമുക്ക് ലാറ്റിറ്റ്യൂഡ്സിനെ കുറിച്ചിട്ട് പഠിക്കാം. ഭൂപടത്തിൽ ഭൂമിയിലെ ഒരു കരയിലെ സ്ഥാനം ഭൂമധ്യരേഖയ്ക്ക് വടക്കോ തെക്കോ ആയി സൂചിപ്പിക്കാനുള്ള അളവുകോലാണ് അക്ഷാംശം. അക്ഷാംശ രേഖകൾ എന്ന് പറഞ്ഞാല് ഇക്വേറ്റർ, ഭൂമധ്യരേഖ, ഭൂമധ്യരേഖയുടെ ഇരുവശങ്ങളിലുമായിട്ട് പാരലായിട്ട് പോകുന്ന രേഖകളാണ് അക്ഷാംശ രേഖകൾ. ഭൂമധ്യരേഖയ്ക്ക് സമാന്തരമായി സ്ഥിതി ചെയ്യുന്ന സാങ്കല്പിക രേഖകളാണ് അക്ഷാംശ രേഖകൾ. ഭൂമധ്യരേഖയ്ക്ക് ഇരുവശത്തുമായി കിഴക്ക് പടിഞ്ഞാറായിട്ട് വരയ്ക്കുന്ന പൂർണ്ണവൃത്തങ്ങളാണ് അക്ഷാംശ രേഖകൾ. നോക്കിയേ, മേലത്തെ കോളത്തില് അത് ഫസ്റ്റ് പിക്ചറാണ് അക്ഷാംശ രേഖകൾ. ഒരു ഗ്ലോബിൽ കുറുകയും നെടുകയും കാണുന്ന വരകളാണ് അക്ഷാംശ രേഖാംശ രേഖകൾ. അപ്പൊ അവിടെ 2 ഗ്ലോബ് ഉണ്ട്. അതിൽ മേലത്തേല് അക്ഷാംശ രേഖകളും താഴെ രേഖാംശ രേഖകളും. ഇത് രണ്ടും കൂടെ ഒരു ഗ്ലോബിൽ വരുമ്പോൾ നെടുകയും കുറുകയും കാണുന്ന വരകളാണ് രേഖാംശ അക്ഷാംശ രേഖകൾ. ഗ്ലോബിലും ഭൂപടത്തിലും കാണുന്ന ഈ രേഖകൾ സാങ്കല്പിക രേഖകളാണ്. അപ്പൊ അക്ഷാംശ രേഖകൾ ഭൂമിയുടെ കേന്ദ്രത്തിൽ നിന്ന് ഭൗമോപരിതലത്തിലെ ഓരോ ബിന്ദുവിലേക്കുള്ള കോണീയ അകലമാണ് അക്ഷാംശം എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ഒരേ കോണീയ അളവുകളെ തമ്മിൽ യോജിപ്പിച്ചാൽ അക്ഷാംശ രേഖകളാവും. ഈ രേഖാംശ രേഖകൾ ഗ്ലോബിലെ ഉത്തര ധ്രുവത്തെയും ദക്ഷിണ ധ്രുവത്തെയും തമ്മിൽ ബന്ധിപ്പിച്ച് വരച്ചിരിക്കുന്ന വക്രരേഖകളാണ് രേഖാംശ രേഖകൾ. മേലെ നിങ്ങൾക്ക് ഉത്തര ധ്രുവം കാണാം, ആ ബ്ലാക്ക് പാർട്ട്. അപ്പൊ ഉത്തര ധ്രുവത്തെയും താഴെ ദക്ഷിണ ധ്രുവത്തെയും യോജിപ്പിച്ച് വരച്ചിരിക്കുന്ന വക്രരേഖകളാണ് രേഖാംശ രേഖകൾ. ഭൂമധ്യരേഖ 0 ഡിഗ്രിയാണ് ഏറ്റവും വലിയ അക്ഷാംശം. അതായത് 0 ഡിഗ്രിയാണ് ഭൂമധ്യരേഖയുടെ അളവ്. അതായത് ഡിഗ്രി ആണ് ഇതിന്റെ ഒരു യൂണിറ്റ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്, അല്ലെങ്കിൽ ഡിഗ്രിയിലാണ് നമ്മൾ അക്ഷാംശ രേഖാംശ രേഖകൾ പറയുന്നത്. ഭൂമധ്യരേഖ ഭൂമിയെ 2 അർദ്ധഗോളങ്ങളായി വിഭജിക്കുന്നു. മേലുള്ളത് അതായത് വടക്കൻ അർദ്ധഗോളം, തെക്കൻ അർദ്ധഗോളം, നോർത്തേൺ ഹെമിസ്ഫിയറും സതേൺ ഹെമിസ്ഫിയറും. ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏക ഏഷ്യൻ രാജ്യമാണ് ഇന്തോനേഷ്യ. അക്ഷാംശ രേഖകൾ ഡിഗ്രിയിലാണ് അളക്കുന്നത്. അതാണ് നമ്മൾ 0 ഡിഗ്രി ആണ് ഭൂമധ്യരേഖയുടെ അളവ് എന്ന് പറഞ്ഞത്. ഡിഗ്രിയിലാണ് അളക്കുന്നത്. വടക്ക് ഭാഗത്തേക്ക് പോകും തോറും ഇത് കൂടുന്നു. 90 ഡിഗ്രി വടക്ക് അക്ഷാംശം, അതായത് ഭൂമധ്യരേഖ നടുവിൽ, അവിടുന്ന് മേലോട്ട് പോകും തോറും നമ്മൾ 1, 2, 3, 4 എന്നുള്ള ഒരു അളവിലാണ് നമ്മൾ അളക്കുന്നത്. 90 ഡിഗ്രി വടക്ക് അക്ഷാംശം ഉത്തരാർദ്ധഗോളത്തിലെ ഉത്തര ധ്രുവവും 90 ഡിഗ്രി തെക്ക് അക്ഷാംശം ദക്ഷിണാർദ്ധഗോളത്തിലെ ദക്ഷിണ ധ്രുവമാണ്. ഇത് രണ്ടും ലൈനുകളല്ല, ഒരു ഡോട്ടാണ്. 90 ഡിഗ്രി വടക്ക് അക്ഷാംശം ഒരു ഡോട്ടാണ്, അതായത് അത് നോർത്ത് പോളും. 90 ഡിഗ്രി തെക്ക് അക്ഷാംശം സൗത്ത് പോളും. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖയാണ് ഉത്തരായന രേഖ. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ ഉത്തരായന രേഖ. ഇന്ത്യയുടെ മധ്യഭാഗത്തു കൂടി കടന്നു പോകുന്ന അക്ഷാംശ രേഖയാണ് ഉത്തരായന രേഖ. ഭൂമധ്യരേഖയോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം തമിഴ്നാട്. ഇപ്പൊ 23.5 ഡിഗ്രി വടക്കാണ് ഉത്തരായന രേഖ. ഇന്ത്യയെ 2 കാലാവസ്ഥാ വിഭാഗങ്ങളായിട്ട് തിരിക്കുന്നു. ഉത്തരായന രേഖ ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട അക്ഷാംശമാണ് ഉത്തരായന രേഖ. ഉത്തരായന രേഖയ്ക്ക് വടക്ക് മീതോഷ്ണ മേഖല, അതായത് ടെമ്പറേറ്റ് സോൺ. ഉത്തരായന രേഖയ്ക്ക് തെക്ക് ഉഷ്ണമേഖല അല്ലെങ്കിൽ ടോറിഡ് സോൺ. ഇങ്ങനെ 2 മേഖലകളാക്കി തിരിക്കുന്നത് ഉത്തരായന രേഖയാണ്. ഇന്ത്യ മീതോഷ്ണ ഉഷ്ണ മേഖലകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ്.
കേരളം ഉഷ്ണമേഖലയിൽ സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യ പൊതുവെ ഉഷ്ണമേഖലാ രാജ്യമായിട്ടാണ് അംഗീകരിച്ചിരിക്കുന്നത്. അടുത്തടുത്ത് സ്ഥിതി ചെയ്യുന്ന രണ്ട് അക്ഷാംശ രേഖകൾ തമ്മിലുള്ള അകലം 111 കിലോമീറ്റർ. അടുത്തടുത്ത് സ്ഥിതി ചെയ്യുന്ന രണ്ട് അക്ഷാംശ രേഖകൾ തമ്മിലുള്ള അകലം 111 കിലോമീറ്റർ. ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഭൂഖണ്ഡങ്ങളാണ് ഏഷ്യ, ആഫ്രിക്ക, തെക്കേ അമേരിക്ക. ഭൂമധ്യരേഖ, ഉത്തരായന രേഖ, ദക്ഷിണായന രേഖ എന്നിവ കടന്നു പോകുന്ന വൻകരയാണ് ആഫ്രിക്ക. ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏറ്റവും വലിയ രാജ്യം ബ്രസീൽ. ഭൂമധ്യരേഖ ഉൾപ്പെടെ 181 അക്ഷാംശ രേഖകളാണ് ഉള്ളത്. അതായത് ഭൂമധ്യരേഖ നടുവില്, മേലേക്ക് 90 എണ്ണം, താഴത്തേക്ക് 90 എണ്ണം. അപ്പൊ 180. ഭൂമധ്യരേഖയും കൂടെ കൂട്ടിയിട്ട് 181. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞു 90ാമത്തത്, അതായത് നോർത്ത് പോള്, സൗത്ത് പോൾ, അതുപോലെ 90 ഡിഗ്രി സൗത്ത്. ഇത് രണ്ടും ഒരു ഡോട്ടാണ്, ഒരു ലൈനല്ല. ഗ്ലോബിൽ ആകെ അക്ഷാംശ രേഖകൾ 179. 90 ഡിഗ്രി വടക്ക്, 90 ഡിഗ്രി തെക്ക് എന്നിവ ബിന്ദുക്കളായി പരിഗണിക്കുന്നതിനാൽ ഭൂമധ്യരേഖ ഉൾപ്പെടെ 179 അക്ഷാംശ രേഖകളെ അടയാളപ്പെടുത്താറുള്ളൂ. മറ്റത് രണ്ടും ഓരോ ഡോട്ടാണ്, അത് ലൈനായിട്ടല്ല. അതായത് അത്രയും ചെറുതായിട്ട് വരികയാണ് ചെയ്യുന്നത്. ഭൂമധ്യരേഖയാണ് ഏറ്റവും വലുത്. ഭൂമധ്യരേഖയുടെ വടക്കോട്ട് പോകുന്തോറും, ഭൂമധ്യരേഖയുടെ തെക്കോട്ട് പോകുന്തോറും ഈ അക്ഷാംശങ്ങളുടെ വലിപ്പം കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അതായത് ഡിഗ്രി നമ്മൾ പറഞ്ഞു 0 ഡിഗ്രി തൊട്ട് 1, 2, 3, 4, 90 വരെ നോർത്തിലേക്ക് എണ്ണും. അതുപോലെ ഭൂമധ്യരേഖ 0 ഡിഗ്രി തൊട്ടിട്ട് 1, 2, 3, 4 90 വരെ സൗത്തിലേക്ക് എണ്ണും. എന്നാൽ ഇവരുടെ വലിപ്പം കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അതായത് അതുകൊണ്ടാണ് നോർത്ത് പോളും സൗത്ത് പോളും ഒരു ഡോട്ട് മാത്രമാണ്. ഭൂമധ്യരേഖയ്ക്ക് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ മെട്രോപൊളിറ്റൻ നഗരം ചെന്നൈ. ഭൂമധ്യരേഖയ്ക്ക് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ തലസ്ഥാന നഗരം തിരുവനന്തപുരം. ഉത്തരായന രേഖ കടന്നു പോകുന്ന ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ 8 ആണ്. 8 സംസ്ഥാനങ്ങളാണ്: ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ത്രിപുര, മിസോറാം. ഇത് പറയാനുള്ള ഒരു കോഡാണ് ഞാനിവിടെ എഴുതി വെച്ചിരിക്കുന്നത്. രാമജപമി ഗുജത്ര. ഈസി ആയിട്ട് നിങ്ങൾക്ക് ഉത്തരായന രേഖ, അതായത് ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ട്രോപ്പിക് ഓഫ് ക്യാൻസറിന്റെ ഡിഗ്രി എത്രയാണ്? 23.5 ഡിഗ്രി നോർത്ത്. ഇതാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ. ഇത് കടന്നു പോകുന്ന രാജ്യങ്ങൾ രാജസ്ഥാൻ, മധ്യപ്രദേശ്, പിന്നെന്താണ്, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, മിസോറാം, ഗുജറാത്ത്, ഛത്തീസ്ഗഡ്, ത്രിപുര. ഇത്രയും രാമജപമി ഗുജത്ര എന്ന കോഡ് ഓർത്തു വെച്ചാൽ മതി. ഭൗമോപരിതലത്തിലെ സ്ഥലങ്ങളുടെ സ്ഥാനം, ദൂരം, അതായത് സ്ഥാനം അല്ലെങ്കിൽ ദൂരം നിർണയിക്കാനാണ് പ്രധാനമായും അക്ഷാംശ രേഖകൾ ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഇത്ര അക്ഷാംശങ്ങൾക്കിടയിലുള്ള സ്ഥലം അങ്ങനെ നിർണയിക്കാനാണ് നമ്മൾ അക്ഷാംശ രേഖകൾ ഉപയോഗിക്കുന്നത്. ഭൂമധ്യരേഖയ്ക്ക് ഇരുവശത്തുമുള്ള പ്രദേശമാണ് ഇക്വറ്റോറിയൽ റീജിയൻ. ഇക്വേറ്ററുമായിട്ട് റിലേറ്റ് ചെയ്തത് ഭൂമധ്യരേഖ പ്രദേശം, ഇക്വറ്റോറിയൽ റീജിയൻ. ഭൂമധ്യരേഖയ്ക്ക് ഇക്വേറ്റർ എന്ന പേര് വരുവാൻ ഇടയാക്കിയ രാജ്യം ഇക്വഡോർ. ഭൂമധ്യരേഖയാണ് ഭൂഗോളത്തെ ഉത്തരാർദ്ധഗോളമെന്നും ദക്ഷിണാർദ്ധഗോളമെന്നും തിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, നോർത്തേൺ ഹെമിസ്ഫിയറും സതേൺ ഹെമിസ്ഫിയറുമായിട്ട് ഭൂഗോളത്തെ തിരിക്കുന്നത് ഭൂമധ്യരേഖയാണ്. 23.5 ഡിഗ്രി ഉത്തര അക്ഷാംശ രേഖ അറിയപ്പെടുന്നത് ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ഉത്തരായന രേഖ. ഉത്തരായന രേഖയെ കുറിച്ചിട്ടാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. 23.5 ഡിഗ്രി ദക്ഷിണ അക്ഷാംശ രേഖ അറിയപ്പെടുന്നത് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. 23.5 ഡിഗ്രി നോർത്തില് ട്രോപ്പിക് ഓഫ് ക്യാൻസറും സൗത്തില് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണും. 66.5 ഡിഗ്രി ഉത്തര അക്ഷാംശ രേഖ അറിയപ്പെടുന്നത് ആർട്ടിക് സർക്കിൾ, ആർട്ടിക് വൃത്തം. 66.5 ഡിഗ്രി ദക്ഷിണ അക്ഷാംശ രേഖ അറിയപ്പെടുന്നത് അന്റാർട്ടിക് സർക്കിൾ, അന്റാർട്ടിക് വൃത്തം.
90 ഡിഗ്രി വടക്ക് പ്രദേശം ഉത്തര ധ്രുവം നോർത്ത് പോൾ, അതുപോലെ 90 ഡിഗ്രി തെക്ക് പ്രദേശം ദക്ഷിണ ധ്രുവം സൗത്ത് പോൾ. അപ്പൊ പ്രധാനപ്പെട്ട അക്ഷാംശ രേഖകളാണ് 0 ഡിഗ്രി ഇക്വേറ്റർ ഭൂമധ്യരേഖ, അത് കഴിഞ്ഞിട്ട് 23.5 ഡിഗ്രി നോർത്ത് ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഉത്തരായന രേഖ, 23.5 ഡിഗ്രി സൗത്ത് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ദക്ഷിണായന രേഖ, 66.5 ഡിഗ്രി നോർത്ത് ആർട്ടിക് സർക്കിൾ ആർട്ടിക് വൃത്തം, 66.5 ഡിഗ്രി സൗത്ത് അന്റാർട്ടിക് സർക്കിൾ അന്റാർട്ടിക് വൃത്തം, അതുപോലെ 90 ഡിഗ്രി നോർത്ത് നോർത്ത് പോളും 90 ഡിഗ്രി സൗത്ത് സൗത്ത് പോളും. നോർത്ത് പോൾ കണ്ടെത്തിയത് റോബർട്ട് പിയറി, ഉത്തര ധ്രുവം കണ്ടെത്തിയത് റോബർട്ട് പിയറി. ഇനി ഈ ചിത്രം നോക്കിയേ, ഇതിൽ നിങ്ങൾക്ക് നമ്മൾ പ്രധാനപ്പെട്ട അക്ഷാംശ രേഖകളാണ് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഭൂമധ്യരേഖ 0 ഡിഗ്രി, 23.5 ഡിഗ്രി വടക്ക് ഉത്തരായന രേഖ, 23.5 ഡിഗ്രി തെക്ക് ദക്ഷിണായന രേഖ, 66.5 ഡിഗ്രി നോർത്ത് ആർട്ടിക് വൃത്തം, 66.5 ഡിഗ്രി തെക്ക് അന്റാർട്ടിക് വൃത്തം, പിന്നെ മേലെ നോർത്ത് പോൾ ഉത്തര ധ്രുവം, താഴെ സൗത്ത് പോൾ ദക്ഷിണ ധ്രുവം. അതേപോലെ ഭൂമധ്യരേഖ ഭൂഗോളത്തെ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു, ഉത്തരാർദ്ധഗോളമെന്നും ദക്ഷിണാർദ്ധഗോളമെന്നും. 90 ഡിഗ്രി തെക്ക് പ്രദേശം അറിയപ്പെടുന്നത് ദക്ഷിണ ധ്രുവം, നമ്മൾ കണ്ടു സൗത്ത് പോൾ. ദക്ഷിണ ധ്രുവം കണ്ടെത്തിയത് അമുണ്ട്സെൻ. ഭൂമധ്യരേഖ 2 തവണ മുറിച്ച് കടക്കുന്ന നദിയാണ് കോങ്കോ. ഭൂമധ്യരേഖയുടെ അടുത്തുള്ള ഇന്ത്യൻ പ്രദേശം ഇന്ദിര പോയിന്റ്. ഭൂമധ്യരേഖയുടെ അടുത്തുള്ള ഇന്ത്യൻ പ്രദേശമാണ് ഇന്ദിര പോയിന്റ്. രാത്രിയും പകലും തുല്യമായി വരുന്ന ദിനങ്ങളെയാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? വിഷുവങ്ങൾ എന്നറിയപ്പെടുന്നത്. ഒരു വർഷത്തിൽ എത്ര വിഷുവങ്ങളുണ്ട്? 2. വസന്ത വിഷുവം, ശരത് വിഷുവം. ഭൂമധ്യരേഖാ പ്രദേശത്ത് സൂര്യൻ ലംബമായി പതിക്കുന്ന ദിനങ്ങളാണ് മാർച്ച് 21 സെപ്റ്റംബർ 23. മാർച്ച് 21 വസന്ത സമരാത്ര ദിനം എന്നും സെപ്റ്റംബർ 23 ശരത് സമരാത്ര ദിനം എന്നും അറിയപ്പെടുന്നു. സൂര്യൻ ഭൂമധ്യരേഖയ്ക്ക് നേർമുകളിലായിരിക്കുമ്പോൾ ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും തുല്യ അളവിലാണ് സൂര്യപ്രകാശം ലഭിക്കുന്നത്. പരിക്രമണ വേളയിൽ സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം ഭൂമധ്യരേഖയ്ക്ക് നേർമുകളിലാകുന്നത് മാർച്ച് 21 സെപ്റ്റംബർ 23 എന്നീ ദിനങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ ഈ ദിനങ്ങൾ 2 അർദ്ധഗോളങ്ങളിലും രാത്രിയുടെയും പകലിന്റെയും ദൈർഘ്യം തുല്യമായിരിക്കും. ഈ ദിനങ്ങളിൽ 2 അർദ്ധഗോളങ്ങളിലും രാത്രിയുടെയും പകലിന്റെയും ദൈർഘ്യം തുല്യമായിരിക്കും. ഇങ്ങനെയുള്ള ദിനങ്ങൾ, ഈ 2 ദിനങ്ങളെയാണ് സമരാത്ര ദിനങ്ങൾ അഥവാ വിഷുവങ്ങൾ അല്ലെങ്കിൽ ഇക്വിനോക്സസ് എന്ന് വിളിക്കുന്നത്. വിഷുവങ്ങളിൽ സൂര്യരശ്മികൾ ഭൂമിയുടെ ഏത് അക്ഷാംശ രേഖയിലാണ്? ഭൂമധ്യരേഖയിലായിരിക്കും. അതാണ് പറഞ്ഞത്, സൂര്യൻ ഭൂമധ്യരേഖയ്ക്ക് നേർമുകളിലായിരിക്കുമ്പോൾ ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും തുല്യ അളവിലാണ് സൂര്യപ്രകാശം ലഭിക്കുന്നത്. ഭൂമിയുടെ ഉത്തര ദക്ഷിണ അർദ്ധഗോളങ്ങളിൽ പകൽ രാത്രി ഏറ്റവും കൂടുതലാവുകയോ കുറവ് ആവുകയോ ചെയ്യുന്ന ദിനങ്ങളെ അയനാന്തങ്ങൾ എന്ന് പറയുന്നു. മാർച്ച് 21 മുതൽ ഭൂമധ്യരേഖയിൽ നിന്നും വടക്കോട്ട് അയനം ചെയ്ത് ജൂൺ 21 സൂര്യൻ ഉത്തരായന രേഖയ്ക്ക്, അതായത് 23.5 ഡിഗ്രി വടക്ക് എത്തുന്നു, ഉത്തരായന രേഖയ്ക്ക് നേർമുകളിൽ എത്തുന്നു. ഈ ദിനത്തെ ഉത്തരാർദ്ധഗോളത്തിൽ ഗ്രീഷ്മ അയനാന്ത ദിനം എന്ന് വിളിക്കുന്നു. ഉത്തരാർദ്ധഗോളത്തിലെ ഏറ്റവും ദൈർഘ്യമുള്ള പകലും ഏറ്റവും ചെറിയ രാത്രിയും അനുഭവപ്പെടുന്നത് ഈ ദിനത്തിലാണ്. എന്നാണ്? ജൂൺ 21. അതായത് അയനാന്തം എന്ന് പറഞ്ഞാല് ഉത്തര ദക്ഷിണ അർദ്ധഗോളങ്ങളിൽ പകൽ രാത്രി ഏറ്റവും കൂടുകയോ പകലോ രാത്രിയോ ഏറ്റവും കൂടുതൽ ഒന്ന് കൂടുകയോ ഒന്ന് കുറയുകയോ ചെയ്യുന്ന ദിനങ്ങളെയാണ് അയനാന്തങ്ങൾ എന്ന് പറയുന്നത്. ഒരു വർഷത്തിൽ 2 അയനാന്തങ്ങളാണുള്ളത്, ജൂൺ 21 ഡിസംബർ 22.
ജൂൺ 21 അയനാന്ത ദിനത്തിൽ സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്ന അക്ഷാംശ രേഖയാണ് ഉത്തരായന രേഖ. അതാണ് പറഞ്ഞത്. ജൂൺ 21 സൂര്യൻ ഉത്തരായന രേഖയ്ക്ക് നേർമുകളിലെത്തുന്നു. ഈ ദിനത്തെയാണ് നമ്മൾ ഉത്തരാർദ്ധഗോളത്തില് ഗ്രീഷ്മ അയനാന്ത ദിനം എന്ന് വിളിക്കുന്നത്. ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമുള്ള പകലും ഏറ്റവും ഹ്രസ്വമായ രാത്രിയും അനുഭവപ്പെടുന്നത് ജൂൺ 21 ഭൂമിയുടെ ഉത്തരാർദ്ധഗോളത്തിൽ സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്ന അവസാന രേഖ ഉത്തരായന രേഖ. ദക്ഷിണാർദ്ധഗോളത്തിൽ സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്ന അവസാന രേഖയാണ് ദക്ഷിണായന രേഖ. അതായത് മാർച്ച് 21 മുതൽ ജൂൺ 21 വരെ ഉത്തരാർദ്ധഗോളത്തിൽ പൊതുവെ വസന്തകാലമായിരിക്കും. ശൈത്യകാലത്ത് നിന്നും വേനൽക്കാലത്തിലേക്കുള്ള ഒരു മാറ്റത്തിന്റെ കാലമാണിത്. ഇപ്പൊ ജൂൺ 21 മുതൽ ഉത്തരായന രേഖയിൽ നിന്നും തെക്കോട്ട് അയനം ആരംഭിക്കുന്ന സൂര്യൻ സെപ്റ്റംബർ 23 വീണ്ടും ഭൂമധ്യരേഖയ്ക്ക് നേർമുകളിൽ എത്തുന്നു. ഈ കാലയളവിലാണ് ഉത്തരാർദ്ധഗോളത്തില് വേനൽക്കാലം. ജൂൺ 21 മുതൽ ഉത്തരായന രേഖയിൽ നിന്നും തെക്കോട്ട് അയനം ആരംഭിക്കുന്ന സൂര്യൻ സെപ്റ്റംബർ 23 വീണ്ടും ഭൂമധ്യരേഖയ്ക്ക് നേർമുകളിൽ എത്തുന്നു. ഈ കാലയളവിലാണ് ഉത്തരാർദ്ധഗോളത്തില് വേനൽക്കാലം അല്ലെങ്കിൽ സമ്മർ സീസൺ. സെപ്റ്റംബർ 23 മുതൽ ഭൂമധ്യരേഖയിൽ നിന്നും തെക്കോട്ട് അയനം തുടരുന്ന സൂര്യൻ ഡിസംബർ 22 ദക്ഷിണായന രേഖ, അതായത് 23.5 തെക്ക് ദക്ഷിണായന രേഖയ്ക്ക് നേർമുകളിൽ എത്തുന്നു. ഈ ദിനത്തെ ഉത്തരാർദ്ധഗോളത്തിൽ ശൈത്യ അയനാന്തം എന്ന് വിളിക്കുന്നു. ഈ ദിവസം ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും ഹ്രസ്വമായ പകലും ഏറ്റവും ദൈർഘ്യമുള്ള രാത്രിയും അനുഭവപ്പെടുന്നു. സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെ ഉത്തരാർദ്ധഗോളത്തിൽ ഹേമന്തകാലമാണ്. അതായത് വേനൽക്കാലത്തിന്റെ തീഷ്ണതയിൽ നിന്ന് ശൈത്യകാലത്തിലേക്കുള്ള മാറ്റത്തിന്റെ കാലമാണ് ഹേമന്തകാലം. ഇപ്പൊ ഡിസംബർ 22 ദക്ഷിണായന രേഖയിൽ നിന്നും വടക്കോട്ട് അയനം ആരംഭിക്കുന്ന സൂര്യൻ മാർച്ച് 21 വീണ്ടും മധ്യരേഖയ്ക്ക് മുകളിലെത്തുന്നു. ഈ കാലയളവാണ് ഉത്തരാർദ്ധഗോളത്തിലെ ശൈത്യകാലം. ഉത്തരായന രേഖയിൽ സൂര്യൻ ലംബമായി പതിക്കുന്നത് ജൂൺ 21. ജൂൺ 21 ഉത്തര അയനാന്തം, ഗ്രീഷ്മ അയനാന്തം, കർക്കടക സംക്രാന്തി, സമ്മർ സോളിസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്നു. ദക്ഷിണായന രേഖയിൽ സൂര്യൻ ലംബമായി പതിക്കുന്നത് ഡിസംബർ 22. ഡിസംബർ 22 ദക്ഷിണ അയനാന്തം, വിന്റർ സോളിസ്റ്റേഴ്സ്, ശിശിര അയനാന്തം, മകര സംക്രാന്തി എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ ഒരു നോട്ട്ബുക്ക് കൂടെ വെച്ച് ഈ പോയിന്റ്സുകളൊക്കെ എഴുതി വെക്കണം. അപ്പോൾ എന്നാലേ ഇത് മറന്നു പോവാതിരിക്കുള്ളൂ. വിഷുവങ്ങളും അയനാന്തങ്ങളും അവ അനുഭവപ്പെടുന്ന ദിനങ്ങളും എന്തൊക്കെയാ മാറ്റങ്ങളാണ് ഉണ്ടാവുക എന്നതൊക്കെ ഒരു പോയിന്റ് വൈസ് ആയിട്ട് എഴുതി വെക്കണം. എക്സാമിൻ്റെ സമയത്തും അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. നിങ്ങൾക്ക് അതൊന്ന് മറിച്ച് നോക്കിയാൽ ആ പോയിന്റുകളൊക്കെ പെട്ടെന്ന് മനസ്സിലേക്ക് വരും. മാർച്ച് 21, സെപ്റ്റംബർ 23 എന്നീ ദിനങ്ങളിൽ സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം മധ്യരേഖയ്ക്ക് നേർമുകളിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ദിനങ്ങളിൽ രണ്ട് അർദ്ധഗോളങ്ങളിലും രാത്രിയുടെയും പകലിന്റെയും ദൈർഘ്യം തുല്യമായിരിക്കും. ഈ ദിനങ്ങളെയാണ് സമരാത്ര ദിനങ്ങൾ അഥവാ വിഷുവങ്ങൾ എന്ന് വിളിക്കുന്നത്. എന്നാൽ ജൂൺ 21 അതുപോലെ ഡിസംബർ 22, ജൂൺ 21 ഡിസംബർ 22. ജൂൺ 21 ഗ്രീഷ്മ അയനാന്ത ദിനമാണ്. ഡിസംബർ 22 ശൈത്യ അയനാന്ത ദിനം. ഇനി അടുത്തതായിട്ട് നമുക്ക് രേഖാംശ രേഖകളെ കുറിച്ചിട്ട് നോക്കാം. ഭൂമിയിലെ ഒരു സ്ഥലത്തിന്റെ സ്ഥാനം ഭൂമധ്യരേഖയ്ക്ക് കിഴക്കോ പടിഞ്ഞാറോ ആയി സൂചിപ്പിക്കാനുള്ള
അളവുകോലാണ് രേഖാംശം. ഒരു സ്ഥലത്തെ സമയം നിർണയിക്കുന്നതിനുള്ള രേഖകളാണ് രേഖാംശ രേഖകൾ. നമ്മൾ രേഖാംശ രേഖ നോക്കിയിട്ടാണ് ഒരു സ്ഥലത്തെ സമയം നിർണയിക്കുന്നത്. ഉത്തര ധ്രുവത്തിനെയും 90° നോർത്ത്, ദക്ഷിണ ധ്രുവത്തിനെയും 90° സൗത്ത് യോജിപ്പിച്ചുകൊണ്ട് തെക്കുവടക്കായി വരയ്ക്കുന്ന രേഖകളാണ് രേഖാംശ രേഖകൾ. അതായത് ഉത്തര ധ്രുവത്തിനെയും ദക്ഷിണ ധ്രുവത്തിനെയും യോജിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന രേഖകളാണ് രേഖാംശ രേഖകൾ. അടുത്തടുത്തുള്ള രണ്ട് രേഖാംശ രേഖകൾ തമ്മിലുള്ള അകലം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് ഭൂമധ്യരേഖയിലാണ്. രണ്ട് രേഖാംശ രേഖകൾ തമ്മിലുള്ള അകലം ഏറ്റവും കുറവ് 0 ധ്രുവങ്ങളിൽ. രണ്ട് രേഖാംശ രേഖകൾ തമ്മിലുള്ള അകലം കൂടുന്നത് ഭൂമധ്യരേഖയിൽ. ഗ്രീനിച്ച് രേഖ ആണ് പ്രധാന രേഖാംശ രേഖ. അതായത് ഇപ്പൊ നമ്മൾ അക്ഷാംശ രേഖ, പ്രധാന അക്ഷാംശ രേഖ ഭൂമധ്യരേഖയാണെന്ന് പറഞ്ഞു, 0°. അതുപോലെ തന്നെ പ്രധാന രേഖാംശ രേഖയാണ് ഗ്രീനിച്ച് രേഖ. 0° രേഖാംശ രേഖയാണ് ഗ്രീനിച്ച് രേഖ. ഗ്രീനിച്ച് രേഖ കടന്നു പോകുന്നത് ലണ്ടനിലെ വാന നിരീക്ഷണാലയം സ്ഥിതി ചെയ്യുന്ന ഗ്രീനിച്ച് എന്ന സ്ഥലത്തു കൂടിയാണ്. അതുകൊണ്ടാണ് ഇതിന് ഗ്രീനിച്ച് രേഖ എന്ന പേര് വന്നത്. ഇത് ഭൂമിയെ 2 അർദ്ധഗോളങ്ങളായി വിഭജിക്കുന്നു. കിഴക്കൻ അർദ്ധഗോളം, പടിഞ്ഞാറൻ അർദ്ധഗോളം. അപ്പൊ നമ്മൾ ഇക്വേറ്റർ ഭൂമിയെ നോർത്തേൺ ഹെമിസ്ഫിയറും സദേൺ ഹെമിസ്ഫിയറും ആയിട്ട് വിഭജിച്ച പോലെ ഗ്രീനിച്ച് രേഖ 0° ഗ്രീനിച്ച് രേഖ ഭൂമിയെ കിഴക്കൻ അർദ്ധഗോളം, പടിഞ്ഞാറൻ അർദ്ധഗോളം എന്നിങ്ങനെ 2 ഭാഗങ്ങളായി വിഭജിക്കുന്നു. രേഖാംശ രേഖകളും ഡിഗ്രിയിലാണ് അളക്കുന്നത്. ഇനി അതുപോലെ 180° കിഴക്ക് രേഖാംശവും 180° പടിഞ്ഞാറ് രേഖാംശവും ഒരേ രേഖയാണ്. അതാണ് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ. 180°, അതായത് ഗ്രീനിച്ച് മെറീഡിയനിൽ നിന്ന് 180° കിഴക്ക് പോയാലും ഗ്രീനിച്ച് മെറീഡിയനിൽ നിന്ന് 180° പടിഞ്ഞാറ് പോയാലും കൂട്ടിമുട്ടുന്ന രേഖയാണ് 180°, അതായത് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്നറിയപ്പെടുന്ന രേഖ. അപ്പൊ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും 180° രേഖാംശത്തിൽ എത്തി നിൽക്കുന്ന രേഖയാണ് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്ന് അറിയപ്പെടുന്നത്. 1 മാറുമ്പോൾ പ്രാദേശിക സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ 4 മിനിറ്റ് വ്യത്യാസപ്പെടുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു. 15° മാറുമ്പോൾ 1 മണിക്കൂർ വ്യത്യാസമുണ്ടാകുന്നു. ഗ്രീനിച്ചിൽ നിന്ന് കിഴക്കോട്ട് സമയം കൂടി വരുന്നു, പടിഞ്ഞാറോട്ട് സമയം കുറയുന്നു. അതായത് ഇപ്പോൾ ഒരു രാജ്യത്തിലൂടെ 180° രേഖാംശ രേഖ കടന്നു പോവുകയാണെങ്കിൽ ഈ രേഖയ്ക്ക് കിഴക്കും പടിഞ്ഞാറും വ്യത്യസ്ത ദിനങ്ങളായിരിക്കും. അന്താരാഷ്ട്ര ദിനാങ്ക രേഖ 2 സൈഡിൽ നിന്നും 180° കൂട്ടിമുട്ടുന്ന രേഖയാണെന്ന് പറഞ്ഞു. അപ്പൊ 2 സൈഡിലും രേഖാംശ രേഖകളിലുള്ള സമയം വ്യത്യാസമായിരിക്കും. അതുകൊണ്ട് ദിനവും വ്യത്യാസമായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ രേഖയിൽ ചില ക്രമീകരണങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇപ്പൊ പസഫിക് സമുദ്രത്തിലെ ബെറിങ് കടലിടുക്കിലൂടെ കടന്നു പോകും വിധവും ജനവാസമുള്ള ചില ദ്വീപുകളെ ഒഴിവാക്കിയുമാണ് ഈ രേഖ ക്രമീകരിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു രാജ്യത്ത് തന്നെ പല സമയങ്ങളായിരിക്കും അനുഭവപ്പെടുക. അപ്പൊ ഈ രേഖ മുറിച്ച് കടന്ന് പടിഞ്ഞാറോട്ട് പോകുന്ന സഞ്ചാരികൾ കലണ്ടറിൽ 1 ദിവസം കൂട്ടിയും കിഴക്കോട്ട് പോകുന്നവർ 1 ദിവസം കുറച്ചും സമയം കണക്കാക്കുന്നു. ഇങ്ങനെയുള്ള ഈ സാങ്കല്പിക രേഖയാണ് അന്താരാഷ്ട്ര ദിനാങ്ക രേഖ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്നറിയപ്പെടുന്നത്. അപ്പോൾ 1 മാറുമ്പോൾ പ്രാദേശിക സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ 4 മിനിറ്റ് വ്യത്യാസപ്പെടുന്നു. 15 മാറുമ്പോൾ 1 മണിക്കൂർ വ്യത്യാസമുണ്ടാകുന്നു. ഗ്രീനിച്ചിൽ നിന്ന് കിഴക്കോട്ട് സമയം കൂടി വരികയാണ് ചെയ്യുന്നത്, പടിഞ്ഞാറോട്ട് സമയം കുറയുന്നു. ഗ്രീനിച്ചിൽ രാവിലെ 10 മണിയാകുമ്പോൾ ഇന്ത്യൻ സമയം ഉച്ച കഴിഞ്ഞ് 3:30 ആയിരിക്കും, അതായത് 5.5 മണിക്കൂർ മുമ്പ്. ഗ്രീനിച്ച് സമയം കണക്കാക്കുന്ന ഉപകരണമാണ് ക്രോണോമീറ്റർ.
ഭൂമിയെ ആകെ 24 സമയമേഖലകളാക്കി തിരിച്ചിരിക്കുന്നു. ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഉത്തര പൂർവാർദ്ധ ഗോളത്തിലാണ്. ഇന്ത്യയുടെ അക്ഷാംശ രേഖാംശങ്ങൾ എങ്ങനെയാണ്? ഇന്ത്യയുടെ അക്ഷാംശം 8 ഡിഗ്രി 4 മിനിറ്റ്, 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്ത്. ഇന്ത്യയുടെ രേഖാംശം 68 ഡിഗ്രി 7 മിനിറ്റ്, 97 ഡിഗ്രി 25 മിനിറ്റ് ഈസ്റ്റ്. ഈ അക്ഷാംശ രേഖാംശങ്ങൾക്കുള്ളിലാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. 82.5 ഡിഗ്രി കിഴക്ക് രേഖാംശ രേഖയെ അടിസ്ഥാനമാക്കിയാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം കണക്കാക്കുന്നത്. അലഹബാദിൽ കൂടി കടന്നു പോകുന്ന ഈ രേഖാംശ രേഖയാണ് മാനക രേഖാംശ രേഖ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് മെറീഡിയൻ എന്നറിയപ്പെടുന്നത്. ഇപ്പൊ പൂർവ്വ രേഖാംശം 68 ഡിഗ്രി മുതൽ 97 ഡിഗ്രി വരെയാണ് ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി. അതായത് ഇവയുടെ ഒരു മധ്യത്തായി സ്ഥിതി ചെയ്യുന്ന 82.5 ഡിഗ്രി പൂർവ്വ രേഖാംശത്തെയാണ് ഇന്ത്യയുടെ മാനക രേഖാംശമായി കണക്കാക്കുന്നത്. ഈ രേഖാംശത്തിലെ പ്രാദേശിക സമയമാണ് ഇന്ത്യയുടെ പൊതുവായ സമയമായി അംഗീകരിച്ചിട്ടുള്ളത്. ഇതിനെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം എന്ന് വിളിക്കുന്നു. ഗ്രീനിച്ച് സമയത്തേക്കാൾ ഇന്ത്യയുടെ പ്രാദേശിക സമയം 5.5 മണിക്കൂർ മുന്നിലാണ്. ഇംഗ്ലണ്ടിൽ ഉച്ചയ്ക്ക് 12 മണിയാവുമ്പോൾ ഇന്ത്യയിൽ വൈകുന്നേരം 5:30 മണി. ഇനി നോക്കിയേ, ഈ ഒരു നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഒരു പ്രോബ്ലം കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ 15 ഡിഗ്രി രേഖാംശത്തിലെ സമയ വ്യത്യാസം വരുന്നത് 1 മണിക്കൂർ. അപ്പൊ 82.5 രേഖാംശത്തിലെ സമയ വ്യത്യാസം 82 ഡിഗ്രി 30 മിനിറ്റ് ഡിവൈഡഡ് ബൈ 15. അങ്ങനെയാണ് 5.5 മണിക്കൂർ കിട്ടുന്നത്. ഗ്രീനിച്ച് ഇന്ത്യ എന്നീ സ്ഥലങ്ങൾ തമ്മിലുള്ള രേഖാംശീയ വ്യത്യാസമാണ് 82.5 ഡിഗ്രി അല്ലെങ്കിൽ 82 ഡിഗ്രി 30 മിനിറ്റ്. അപ്പൊ എന്ത് ചെയ്യാം? 15 ഡിഗ്രിയിലെ സമയ വ്യത്യാസം 1 മണിക്കൂറാണ്. അപ്പൊ 82.5 ഡിഗ്രിയിലെ സമയ വ്യത്യാസം എന്ന് പറയുമ്പോൾ 82.5 ഡിഗ്രി 30 മിനിറ്റ് ബൈ 15. അങ്ങനെയാണ് നമുക്ക് 5 മണിക്കൂർ 30 മിനിറ്റ് കിട്ടുന്നത്. ഇപ്പൊ ഗ്രീനിച്ചിൽ കിഴക്കായി ഇന്ത്യ സ്ഥിതി ചെയ്യുന്നതിനാൽ ഗ്രീനിച്ചിലെ സമയത്തേക്കാൾ 5 മണിക്കൂർ 30 മിനിറ്റ് കൂടുതലായിരിക്കും ഇന്ത്യയിലെ സമയം. അതായത് ഇന്ത്യയിലെ സമയം ഇസ് ഈക്വൽ ടു ഗ്രീനിച്ച് സമയം പ്ലസ് സമയ വ്യത്യാസം. ഇപ്പൊ ഗ്രീനിച്ചിൽ 12 മണി ആവുമ്പോൾ അതിൻ്റെ കൂടെ 5.5 മണിക്കൂറും കൂട്ടിയതായിരിക്കും ഇന്ത്യയിലെ സമയം. അരുണാചൽ പ്രദേശിലെ പ്രാദേശിക സമയം ഗുജറാത്തിലെ പ്രാദേശിക സമയത്തേക്കാൾ 2 മണിക്കൂർ മുന്നിലാകാൻ കാരണം അരുണാചൽ പ്രദേശ് ഗുജറാത്തിൽ നിന്ന് 30 ഡിഗ്രി കിഴക്ക് സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാണ്. ഇപ്പൊ നമ്മൾ പ്രാദേശിക സമയം നോക്കുകയാണെങ്കിൽ ഓരോ സ്റ്റേറ്റിലും പ്രത്യേക സമയമായിരിക്കും. കാരണം ഓരോ സ്റ്റേറ്റിലും നമ്മളുടെ രേഖാംശങ്ങൾ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം കണക്കാക്കുന്നത് 82.5 ഡിഗ്രി പൂർവ്വ രേഖാംശം വെച്ച് കണക്കാക്കുന്നത്. ഇപ്പൊ അരുണാചൽ പ്രദേശിലെ പ്രാദേശിക സമയം ഗുജറാത്തിലെ പ്രാദേശിക സമയത്തേക്കാൾ 2 മണിക്കൂർ മുന്നിലാകാൻ കാരണം അരുണാചൽ പ്രദേശ് ഗുജറാത്തിൽ നിന്നും 30 ഡിഗ്രി കിഴക്ക് സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാണ്. ഗ്രീനിച്ചിൽ നിന്നും 180 ഡിഗ്രി അകലെയുള്ള രേഖാംശ രേഖയാണ് അന്താരാഷ്ട്ര ദിനാങ്ക രേഖ. അത് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഒരു കപ്പൽ അന്താരാഷ്ട്ര ദിനാങ്ക രേഖ കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് കടക്കുമ്പോൾ ഈസ്റ്റ് ടു വെസ്റ്റ് ഒരു ദിവസം ലാഭിക്കുന്നു. പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ട് കടക്കുമ്പോൾ ഒരു ദിവസം നഷ്ടമാകുന്നു. ഇപ്പോൾ നമ്മൾ പറഞ്ഞു, ഒരു രാജ്യത്തിലൂടെ പോവുകയാണ് ഈ ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്ന് വെച്ചാൽ ആ രാജ്യത്തിൻ്റെ 2 ഭാഗങ്ങൾ, അതായത് ഈ ഇന്റർനാഷണൽ ഡേറ്റ് ലൈന് കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ടും നിന്നും കൂട്ടിമുട്ടുന്ന രേഖയാണ്. ഗ്രീനിച്ചിൽ നിന്നും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും പോയി 180 ഡിഗ്രി 360 രേഖാംശ രേഖകളാണുള്ളത്. അപ്പോൾ 0 ഡിഗ്രി ഗ്രീനിച്ചിൽ നിന്നും 180 ഡിഗ്രി കിഴക്കോട്ടും 180 ഡിഗ്രി പടിഞ്ഞാറോട്ടും പോയാൽ കാണുന്ന ഒരേ ഒരു രേഖയാണ് അന്താരാഷ്ട്ര ദിനാങ്ക രേഖ. അപ്പൊ അത് ഒരു രാജ്യത്തിലൂടെ പോവുകയാണെങ്കിൽ 2 ഭാഗത്തും സമയ വ്യത്യാസവും ദിവസ വ്യത്യാസവും ഒക്കെ ഉണ്ടാവും.
അപ്പൊ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കരഭാഗങ്ങളിൽ കൂടി കടന്നു പോകാത്ത വിധം ഈ രേഖയിൽ ക്രമീകരണങ്ങൾ വരുത്തിയിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, പസഫിക് സമുദ്രത്തിലെ ബെറിങ് കടലിടുക്കിലൂടെ കടന്നു പോകും വിധം. അപ്പോൾ ഒരു കപ്പല് കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് കടക്കുമ്പോൾ ഒരു ദിവസം ലാഭിക്കുന്നു, പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ട് കടക്കുമ്പോൾ ഒരു ദിവസം നഷ്ടമാകുന്നു. രേഖാംശ രേഖകൾ ഏറ്റവും കൂടുതൽ കടന്നു പോകുന്ന വൻകരയാണ് അന്റാർട്ടിക്ക. ഭൂമധ്യരേഖ 360 ഡിഗ്രി ആയി വിഭജിച്ച് അതിലൂടെ രേഖാംശ രേഖകൾ 360 എണ്ണം വരയ്ക്കാമെന്ന് പ്രസ്താവിച്ചത് ടോളമിയാണ്. ഭൂമി അതിൻ്റെ പരിക്രമണ പാതയിൽ സൂര്യനോട് ഏറ്റവും അടുത്ത് വരുന്ന ദിനമാണ് പെരിഹീലിയൻ, ജനുവരി 3. ഭൂമി അതിൻ്റെ പരിക്രമണ പാതയിൽ സൂര്യനോട് ഏറ്റവും അടുത്ത് വരുന്ന ദിനം പെരിഹീലിയൻ, ജനുവരി 3. ഈ സമയം ഭൂമിയും സൂര്യനും തമ്മിലുള്ള ശരാശരി അകലം 147 ദശലക്ഷം കിലോമീറ്റർ. ഭൂമി അതിൻ്റെ പരിക്രമണ പാതയിൽ സൂര്യനോട് ഏറ്റവും അകലെ വരുന്ന ദിനമാണ് ജൂലൈ 4 അബ്ഹീലിയൻ, ജനുവരി 3 പെരിഹീലിയൻ, ജൂലൈ 4 അബ്ഹീലിയൻ. ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും കൂടുതൽ പകൽ ദൈർഘ്യമുള്ള ദിവസം മാർച്ച് 21. ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഭൂമിയുടെ ഉത്തര അർദ്ധഗോളത്തിലാണ്. ദക്ഷിണാർദ്ധഗോളത്തിൽ പകൽ ദൈർഘ്യം കൂടുതലുള്ള ദിവസം ഡിസംബർ 22. ഇനി നോക്കിയേ, ഇപ്പൊ സൂര്യന്റെ അയനവും അതുപോലെ ഋതുക്കൾ ഉണ്ടാകുന്നതും കൊടുത്തിട്ടുണ്ട്. മാർച്ച് 21 മുതൽ ജൂൺ 21 വരെ സൂര്യന്റെ അയനം ഭൂമധ്യരേഖയിൽ നിന്ന് ഉത്തരായന രേഖയിലേക്കാണ്. അപ്പോ ഉത്തരാർദ്ധഗോളത്തിൽ വസന്തവും ദക്ഷിണാർദ്ധഗോളത്തിൽ ഹേമന്തവും ഉണ്ടാവും. ജൂൺ 21 മുതൽ സെപ്റ്റംബർ 23 വരെ ഉത്തരായന രേഖയിൽ നിന്ന് ഭൂമധ്യരേഖയിലേക്കാണ് സൂര്യന്റെ അയനം. ഋതുക്കള് ഉത്തരാർദ്ധഗോളത്തിൽ ഗ്രീഷ്മം, ദക്ഷിണാർദ്ധഗോളത്തിൽ ശൈത്യം. സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെ സൂര്യന്റെ അയനം ഭൂമധ്യരേഖയിൽ നിന്ന് ദക്ഷിണായന രേഖയിലേക്കാണ്. ഋതുക്കൾ ഉത്തരാർദ്ധഗോളത്തിൽ ഹേമന്തം, ദക്ഷിണാർദ്ധഗോളത്തിൽ വസന്തം. ഡിസംബർ 22 മുതൽ മാർച്ച് 21 വരെ സൂര്യന്റെ അയനം ദക്ഷിണായന രേഖയിൽ നിന്ന് ഭൂമധ്യരേഖയിലേക്കാണ്. ഋതുക്കൾ ഉത്തരാർദ്ധഗോളത്തിൽ ശൈത്യം, ദക്ഷിണാർദ്ധഗോളത്തിൽ ഗ്രീഷ്മം. അപ്പൊ സൂര്യന്റെ അയനത്തിനനുസരിച്ചിട്ടാണ് ഋതുഭേദങ്ങൾ ഉണ്ടാവുന്നത്. അപ്പൊ നമുക്ക് പറയാം ഭ്രമണവും പരിക്രമണവും. ഭ്രമണം മൂലം ഡേ ആൻഡ് നൈറ്റ് ആണ് ഉണ്ടാവുന്നത്, പരിക്രമണം മൂലം ഋതുക്കൾ ഉണ്ടാകുന്നു. അപ്പൊ ഈ ചിത്രം നോക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലാവും. പരിക്രമണത്തോടൊപ്പം ഭൂമി സ്വന്തം അച്ചുതണ്ടിനെ ആധാരമാക്കി ഭ്രമണം കൂടെ ചെയ്യുന്നു. ഭ്രമണവും പരിക്രമണവും ഭൂമി ചെയ്യുന്നുണ്ട്. ഭ്രമണഫലമായി രാത്രിയും പകലും ഉണ്ടാകുന്നു. സൂര്യനെ അഭിമുഖീകരിക്കുന്ന ഭാഗം പകലും മറ്റേ ഭാഗത്ത് രാത്രിയും. അതുപോലെ ഭൂമി ഭ്രമണം ചെയ്യുന്നത് പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടാണ്. ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ വേണ്ട സമയം 24 മണിക്കൂർ. ഭ്രമണം പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടായതിനാൽ സൂര്യോദയം കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ടായിരിക്കും. അപ്പൊ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. നിങ്ങളുടെ ലൈക്കാണ് വീണ്ടും വീഡിയോ ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു മോട്ടിവേഷൻ എനിക്ക് തരുന്നത്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക. അപ്പോൾ കുറച്ച് പേര് ജോഗ്രഫി ഭാഗത്തു നിന്നുള്ള ടോപ്പിക്കുകൾ വീഡിയോ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി ജോഗ്രഫി ഭാഗത്തിലെ അടുത്ത ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ നോട്ട്ബുക്കിൽ നിങ്ങൾ നോട്ട്സ് കുറിച്ച് വെക്കുക. ചെറിയ നോട്ട്സ് പോയിന്റ്സ് ആക്കിയിട്ട് ഓർമ്മിക്കാൻ പറ്റുന്ന രീതിയിൽ എഴുതി വെക്കുക. അപ്പം എക്സാമിൻ്റെ തലേ ദിവസം എല്ലാ ഭാഗങ്ങളും കൂടെ വായിച്ചു പോയാൽ നിങ്ങൾ മറന്നു പോകും. അപ്പം ഈ ഒരു പോയിന്റ്സ് നോക്കിയാൽ പെട്ടെന്ന് തന്നെ നിങ്ങളെ മനസ്സിലേക്ക് ആ പോയിന്റ്സ് വരും. അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്.